ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും. അതിൽ ചെയ്ത ഹാൻഡ് വർക്കാട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതിതാ ഒട്ടും സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റിയത് ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡിസൈനാട്ടത്. അപ്പോൾ ഇത് കുറച്ച് നീഡിൽ ഇതാ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കട്ട് ബീഡ്സ് എടുക്കാൻ പാടുള്ളൂ. അതെടുത്തിട്ട് ഒന്ന് താഴോട്ട് വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്ന് താഴോട്ട് കുത്തിയിട്ട് ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പിന്നെ ആ കട്ട് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുത്തിട്ട് പിന്നെയും കട്ട് ബീഡ് ഇതേപോലെ തന്നെ ഇട്ടിട്ട് പിന്നെയും താഴോട്ട് കുത്തിയിട്ട് പിന്നെയും നമ്മൾ എവിടെ നിന്നാണോ ഇട്ടത് അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ അറിയാം കേട്ടോ. അതേ ആ മെത്തേഡിൽ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും കുറച്ച് പോലും സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ ഒന്നും അറിയാത്തവർക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് ഞാനും ഒന്നും ഹാൻഡ് വർക്കിനെ കുറിച്ചിട്ടൊന്നും അറിയാത്ത ഒരാളാണ്. സിമ്പിളായിട്ട് ഇതാ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്തൊന്ന് നോക്കുക കേട്ടോ. ആർക്കും ചെയ്യാം. അപ്പോൾ അതായത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് ബാക്ക് സ്റ്റിച്ച് മാതിരി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ 2 വട്ടം ആ കട്ട് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ നമുക്ക് ഒന്നും ആവില്ല. കട്ട് ബീഡ്സ് ഇങ്ങനെ ഇളകി പോവുക, ഇങ്ങനെ തൂങ്ങി നിൽക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇതാ ഒരു സ്റ്റിച്ച് ചെയ്യാൻ ബാക്ക് സ്റ്റിച്ച് മാതിരി കാണിച്ചു തരാം. ഫസ്റ്റ് ഇപ്പുറത്തോട്ട് കുത്തിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കട്ട് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തേക്ക് കയറ്റട്ടോ. എനിക്കൊന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഞാൻ ഫസ്റ്റ് ചെയ്ത മെത്തേഡ് കാണിച്ചു തന്നില്ല, അതാട്ടോ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യട്ടോ. അതായത് ബാക്ക് സ്റ്റിച്ച് മാതിരി ഇങ്ങനെ എന്താട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് ഇക്കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതാ ഇനി റെഡ് കളർ ഒരു ബീഡ് എടുക്കുക. എന്നിട്ട് അതും ഒന്ന് ഇങ്ങനെ താഴോട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അതും 2 തവണ ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. ഇതാ അതിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ നീഡിൽ മേലോട്ട് എടുക്കുക കേട്ടോ. പിന്നെ നീഡിൽ എടുക്കേണ്ടത് 12 നമ്പർ നീഡിൽ തന്നെ എടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ കട്ട് ബീഡ് ഉണ്ട്, അത് കയറൂല. ഞാൻ ചെറിയ ബീഡ്സ് ആട്ടോ എടുക്കുന്നത്. അത് ഞാൻ കുറച്ച് തോനെടുത്ത് പോയി. അതൊന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ നീഡിലെടുത്തില്ല അപ്പുറത്ത് തന്നെ താഴോട്ടൊന്ന് കുത്തിയിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ റൗണ്ട് മാതിരി ആകും. ഒന്ന് സെറ്റാക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മേലെ കൂടെ ഇങ്ങനെ എടുത്തിട്ടൊന്ന് വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ കുറച്ചേ കാണിക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ അതേ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഞാനിതിൻ്റെ സ്പ്രെഡായിട്ടുള്ള അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അങ്ങനത്തെ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണ്ട കേട്ടോ. അപ്പോൾ അതാ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുത്താൽ ഒന്നും നമ്മൾ ഇങ്ങനത്തെ ഒന്നും മെഷീനിലൊന്നും വാഷ് ചെയ്യരുത് കേട്ടോ. കൈ കൊണ്ട് വാഷ് ചെയ്താലൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ അതാ അതേ മെത്തേഡിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയാം. ഫൈനൽ ലുക്ക് കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഫസ്റ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. സ്റ്റിച്ചിങ് എങ്ങനെ കട്ടിങ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതിൽ ആ ഡ്രസ്സിൻ്റെ. അപ്പോൾ അതാ ഇതിൽ ലോക്ക് ചെയ്യേണ്ടത് ബാക്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതുവരെ എത്തിയിട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അതേ മെത്തേഡിൽ തന്നെ എല്ലാം ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പം തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക്
ഈസി ആയിട്ട് തോന്നും കേട്ടോ. ഫസ്റ്റ് 2-3 വരിയൊക്കെ നമുക്ക് നല്ല ടഫായിട്ട് തന്നെ തോന്നും, കുറേ നേരം പിടിക്കുന്ന മാതിരിയൊക്കെ തോന്നും. നേരം പിടിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമ്മൾ ചെയ്തും കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഫാസ്റ്റായി കിട്ടും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സെയിം നമ്മൾ ആ ക്ലോത്ത് ഏതാണോ തുണി അതേ കളർ ത്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇങ്ങനായി വന്നു. അപ്പോൾ ഇതിൻ്റെ ഞാനിട്ട ഡ്രസ്സിൻ്റെ 2 ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.